നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനൊരു കാര്യം പറഞ്ഞു. കുമ്പളങ്ങി ബീന എന്ന് പറഞ്ഞ പഴയകാല നടിക്കും കണ്ണൂരുള്ള ക്യാൻസർ രോഗം ബാധിച്ച് അകാലത്തിൽ പോയ ഒരനിയത്തിക്കും അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കും ഒരു സിനിമാ താരം എനിക്ക് 25,000 രൂപ അയച്ചു തന്നിട്ട് 15,000 രൂപ ബീനയ്ക്കും 10,000 രൂപ കുട്ടിക്കും കൊടുക്കാൻ പറഞ്ഞു. സന്തോഷപൂർവ്വം രണ്ടുപേരും അത് സ്വീകരിച്ചു. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു ചെറിയ സഹായം അഭ്യർത്ഥിക്കുകയാണ്. വിഴിഞ്ഞത്തിനടുത്ത് പൂവാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് സന്ധ്യ എന്ന് പറഞ്ഞൊരു അമ്മയാണ് എന്നെ വിളിച്ചത്. 2 പെൺകുട്ടികൾ. മൂത്ത കുട്ടിയുടെ പേര് സംഗീത, രണ്ടാമത്തെ ആളിൻ്റെ പേര് ഞാൻ ചോദിച്ചില്ല. സംഗീതയ്ക്ക് 15 വയസ്സുള്ളപ്പോൾ അയാളുടെ അച്ഛൻ ഉപേക്ഷിച്ച് പോയി. എങ്ങോട്ട് പോയെന്ന് അവർക്കറിയില്ല. ആരോടോ പോയി അയാൾ. ഇപ്പോൾ ഇവർ ഈ 2 പെൺകുട്ടികളും അമ്മയായിട്ട് പൂവാറിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ സംഗീത എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ മോളാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ. ആ മോള് ഹോട്ടൽ മാനേജ്മെൻറ്റിന് പഠിക്കുകയാണ്. 3 വർഷ കോഴ്സിൽ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. 14/4/2024, അതായത് കഴിഞ്ഞ മാസം 14-ാം തീയതിയാണ് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പൈസ അടയ്ക്കേണ്ടത്. 76,650 രൂപ. ഞാൻ കുറേ വഴക്ക് പറഞ്ഞു. ഞാൻ ആ അമ്മയോട് ചോദിച്ചു, നമ്മുടെ കൊക്കിലൊതുങ്ങുന്നതല്ലേ കൊത്താവും. നിങ്ങളൊരു വാടക വീട്ടിൽ താമസിക്കുന്നു, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയി, 2 പെൺകുട്ടികളും നിങ്ങൾ താമസിക്കുന്നു, ഒരു വരുമാനമില്ല. നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ ആ കുട്ടിക്ക് ആഗ്രഹം പറഞ്ഞാൽ പോലും നിങ്ങൾ എന്തുകൊണ്ട് കൊണ്ടുവന്ന് ഹോട്ടൽ മാനേജ്മെൻറ്റിലാക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ചൂടായി. പാവ ഒരമ്മ. 3 വർഷ കോഴ്സിൻ്റെ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, അവർ കള്ളം പറയുന്നതാണോ എന്ന് വിചാരിച്ചിട്ട് പൂവാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് ജെ ലോറൻസിൻ്റെ ശുപാർശ കത്തൊക്കെ വാങ്ങി എനിക്ക് അയച്ചു തന്നു. ലോറൻസ് എന്നെ വിളിക്കുകയും ചെയ്തു, പഞ്ചായത്ത് പ്രസിഡൻറ്റ്. ഈ കുട്ടി ഏതൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് അപ്ലൈഡ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. ചൂഴാൽ എന്ന് പറഞ്ഞാൽ അടക്കാക്കുഴി, കന്യാകുമാരി ജില്ലയിലുള്ള അടക്കാക്കുഴിയിലുള്ള ചൂഴാലിലെ ഏതൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്. അളഗപ്പ യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഏതൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു, ഒരുപാട് ചതിയൊക്കെപ്പെടാം, നിങ്ങളിതൊക്കെ അറിയാതെ ചെന്ന് ചാടിയതാണോ അതോ ഈ കോളേജ് കൊള്ളാമെന്നൊക്കെ ഞാൻ അവരോട് ചോദിച്ചു. എന്തായാലും അപ്പോഴാണ് അറിയുന്നത്, ഗൂഗിൾ പേ ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് മെച്യൂരിറ്റി ആവാത്തതുകൊണ്ട്, 18 വയസ്സാവാത്തതുകൊണ്ട് ബാങ്കിൽ നിന്ന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ ബാങ്കിൽ വിളിച്ച് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു സഹായം കിട്ടാൻ വേണ്ടിയാണ് ഒരു അക്കൗണ്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞില്ലെങ്കിൽ ആ കുട്ടിക്ക് അക്കൗണ്ടൊക്കെ കൊടുത്തു. ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്, വിഴിഞ്ഞം ബ്രാഞ്ചിലാണ് ആ കുട്ടിക്ക് അക്കൗണ്ട് ഉള്ളത്. PV ടവർ, മുക്കോല, വിഴിഞ്ഞം, തിരുവനന്തപുരം 695521 എന്നാണ് ബാങ്കിൻ്റെ വിലാസം. അപ്പോൾ അവർ IFSC കോഡ്, MICR കോഡ് എല്ലാം എനിക്ക് അയച്ചു തന്നു. ഞാൻ ആ ഗൂഗിൾ പേ ചെയ്യേണ്ട ഫോൺ നമ്പരും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഗൂഗിൾ പേ അല്ല, വിദേശത്തു നിന്നൊക്കെ അയക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് വായിക്കാനുള്ള മുഴുവൻ ഡീറ്റെയിൽ ഞാനിതിൽ കൊടുക്കാം. നമ്മുടെ പ്രോഗ്രാം വീണ്ടും ആരൊക്കെയോ യൂട്യൂബിന് പരാതി കൊടുത്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വളരെ കുറച്ച് പേർക്കേ പോകുന്നുള്ളൂ. 10,000 പേർക്കായിട്ടാണ് പോകുന്നത്. 1,80,000 പേരിൽ 10,000 പേർക്കായിട്ടാണ് നോട്ടിഫിക്കേഷൻ പോകുന്നത്. അപ്പോൾ ശാന്തിയുള്ള ദിനേശിൻ്റെ പ്രോഗ്രാം കാണണം എന്ന് വിചാരിക്കുന്നവർ സെർച്ച് ചെയ്ത് കണ്ടാലേ ഇപ്പോൾ കാണാൻ പറ്റും. അതുകൊണ്ട് അല്പം വ്യൂവേഴ്സിൻ്റെ അല്പം ഒരു കുറവുണ്ട്. ഞാനതൊന്നും വഹിക്കുന്നില്ല. നമ്മൾ പറയാനുള്ളത് പറയും. ഇനി ആര് പരാതി കൊടുത്താലും പറയും. പരാതി കൊടുത്തവരെയും എനിക്കറിയാം, പോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു 100 രൂപ വെച്ച് 1000 പേര് സഹായിച്ചാൽ, ആ ഗൂഗിൾ പേയിൽ 100 രൂപ വെച്ചിട്ടാൽ, 1000 പേരിട്ടാൽ ആ കുട്ടിയുടെ പ്രശ്നങ്ങളെല്ലാം തീരും. കാരണം 76,000 രൂപ അടയ്ക്കാനുള്ളതാണ്. ബാക്കി 10-20 രൂപ വരെയാണെങ്കിൽ ആ കുട്ടി നല്ല വേഷങ്ങൾ, ഡ്രസ്സുകളൊക്കെ എടുക്കുകയോ വീട്ടുകാര്യങ്ങൾ നടക്കുകയൊക്കെ ചെയ്യും. പുണ്യം കിട്ടുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. എന്തായാലും സംഗീതയ്ക്ക് വേണ്ടി, സംഗീത AS എന്ന് പറഞ്ഞ കുട്ടിക്ക് വേണ്ടി നമ്മൾ സഹായിക്കണം. ഓരോരുത്തരുടെയും കഴിയുന്നത് 50 രൂപയെങ്കിൽ 50, 100എങ്കിൽ 100 ആ കുട്ടിയുടെ ഗൂഗിൾ പേയിലേക്ക് ഇട്ട് കൊടുക്കണമെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. നമസ്കാരം. മലയാള സിനിമയിൽ നസീർ സാർ കഴിഞ്ഞാലെന്ന് വേണമെങ്കിൽ പറയാം. നസീർ സാർ കഴിഞ്ഞാൽ അകാലത്തിൽ പൊലിഞ്ഞു പോയിട്ട് പോലും അപ്പോൾ പോലും ജനിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് പോലും ആരാധനയുള്ള നടനാണ് ജയേട്ടൻ, ഇല്ലേ? ജയൻ.
വർഷം എത്രയായി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. 44 വർഷമായി അദ്ദേഹം മരിച്ചിട്ട്. അപ്പം 44 വർഷം മുമ്പ് ജനിക്കാത്ത പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് പോലും ജയേട്ടൻ ഒരു ഹരമാണ്. ജയേട്ടനെ കുറിച്ചും വിജയശ്രീയെക്കുറിച്ച് എത്ര കഥകൾ ചെയ്താലും മതിയാകാത്തതാണ് നമ്മുടെ പ്രേക്ഷകരെന്ന് എനിക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് പറയും, എന്തെങ്കിലും ഒരു ജയേട്ടൻ്റെ ഒരു കഥ ചെയ്യിച്ചേട്ടാ, എന്തെങ്കിലും വിജയശ്രീയെക്കുറിച്ച് പറയൂ ചേട്ടാ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്. ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥനായ ജെ.സി. സാറിൻ്റെ വായിൽ നിന്ന് വീണ ഒരു വാക്കിൽ ഒരു എന്താ പറയുക അറം പറ്റിയതുപോലെ ജയൻ ചേട്ടൻ്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ജയൻ സിനിമയിൽ വരുന്നതിനും 3-4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തെ നമ്മുടെ പ്രശസ്ത തിരക്കഥാകൃത്തായ എറണാകുളത്തുകാരൻ കല്ലൂരുകാരനായ കല്ലൂർ ഡെന്നീസിനറിയാം. ഡെന്നിച്ചായനും എന്താ പറയുക ഒരു 4 സംഘം ഉണ്ടായിരുന്നല്ലോ. ജോൺ പോൾ, പിന്നീട് പോസ്റ്റർ ഡിസൈനറൊക്കെ ആയി മാറിയ കിത്തോ, അഡ്വക്കേറ്റും പാർലമെൻറ്റേറിയനും ഒക്കെ ആയി മാറിയ സെബാസ്റ്റ്യൻ പോൾ, ഇവർ 4 സംഘം ഒരു ഗ്യാങ്ങായിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവർക്ക് നേരിട്ട് ജയനെ പരിചയമില്ല. അന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ 4 സംഘം ഒരു ടീമായി നടക്കുന്ന കാലം. സിനിമകൾ കണ്ടും അവയെപ്പറ്റി ചർച്ച ചെയ്തും ഫിലിം സൊസൈറ്റിയിലെ പ്രവർത്തകരായും ചിത്ര പൗർണമി എന്ന് പറഞ്ഞ കല്ലൂർ ഡെന്നീസ് പത്രാധിപരായിട്ടുള്ള മാനേജിംഗ് എഡിറ്ററായിട്ടുള്ള സിനിമ മാസിക ഇറക്കിയും ഒക്കെ കഴിയുന്ന കാലം. അതിൽ ജോൺ പോളിന് മാത്രമാണ് ബാങ്ക് ഉദ്യോഗം ഉള്ളത്. ബാക്കി 3 പേർക്കും അന്ന് പണിയൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് ജോലി. എല്ലാ വൈകുന്നേരങ്ങളിലും ഇവർ ഒന്നിച്ചു കൂടും. വൈകുന്നേരം എവിടെയെങ്കിലും കോഫി ഷോപ്പിലൊക്കെ കയറി ചായയൊക്കെ കുടിച്ച് ഏതെങ്കിലും ഒരു സിനിമ, മിക്കവാറും വിദേശ സിനിമകളൊക്കെ കണ്ട് പിരിയുമ്പോൾ എങ്ങനെയായാലും 10 മണി 11 മണിയാവും. എല്ലാ ദിവസവും അതൊരു ദിനചര്യ പോലെയായിരുന്നു. എറണാകുളത്ത് MG റോഡിലൂടെ ഫിയറ്റ് കാറ് അല്ലെങ്കിൽ ജാവ നായരെന്നായിരുന്നു ജയനെ ഒരു കാലത്ത് വിളിച്ചിരുന്നത്. ജാവ ബൈക്കോ അല്ലെങ്കിൽ കാറോ ഓടിച്ച് പാറിപ്പറന്ന് നടന്നിരുന്നു അന്ന് കൃഷ്ണൻ നായർ എന്നാണ് എന്നോട് ഡെന്നിച്ചായൻ പറഞ്ഞത്. പാറിപ്പറന്ന് നടന്നു എന്ന് പറഞ്ഞാൽ ഓവർ സ്പീഡിൽ ഓടിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ലക്കും ലഗാനും ഇല്ലാതെ ഓടിക്കുന്ന ഒരാളുമല്ല. കാരണം വളരെ ഡിസിപ്ലിൻ ആയ ഒരു ജീവിതമായിരുന്നു ജയേട്ടൻ്റെ. വേഗത കുറച്ച് മന്ദമന്ദം റോഡിലെ കൗതുക കാഴ്ചകൾ കണ്ട് പലർക്കും കൈവീശി അഭിവാദ്യം നൽകി സ്റ്റൈലൻ ഡ്രസ്സുകൾ ധരിച്ച് വയലാർ എഴുതിയതുപോലെ കൊച്ചിക്കോട്ടയും കൊച്ചെറണാകുളവും ആസ്വദിച്ച് അങ്ങനെ ഒഴുകി നടന്നിരുന്ന ഒരു കാലം കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ജയനുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ട്രോഫി ബ്ലോക്കിനാൽ പൊറുതിമുട്ടുന്ന കാലമല്ല കൊച്ചി. എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ കൊച്ചി വഴി കാർ ഓടിച്ചിട്ടില്ല. എനിക്ക് മലയാള മനോരമയിൽ പോകണം. മനോരമ വിഷനിൽ, അത് അരൂരാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായ സംവിധായകൻ ഫാസിൽ കാട്ടുങ്കലിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ നാളെ ഒന്ന് അരൂർ കൊണ്ടാക്കുമോ എന്നിട്ട്. എന്താ? ഞാൻ പറഞ്ഞു ശാന്തി എന്നാണ് എന്നെ വിളിക്കുന്നത്. ശാന്തി എന്ത് പ്രശ്നം? ഞാൻ പറഞ്ഞു ഇങ്ങനെ മഴവിൽ മനോരമയിൽ പോകാനാണ്, ഒരു സീരിയലിൻ്റെ കാര്യം ചർച്ച ചെയ്യാനാണ്. അതിനെന്താ, ഞാൻ കൊണ്ടാക്കണം എന്തിനാ, നീ വാ, ഞാൻ എൻ്റെ കാറ് തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എന്ന് പറഞ്ഞു. അത് ശരി, അപ്പം ഞാൻ വരാം എന്ന് പറഞ്ഞു. ഫാസിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന്, നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്നെ കൂട്ടി ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ശാന്തി ഡ്രൈവിംഗ് പഠിക്കാത്തതെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഡ്രൈവിംഗ് പഠിച്ചില്ല എന്ന് പറഞ്ഞു. കുറച്ച് ദൂരം ഓടിച്ചപ്പോൾ പെട്ടെന്ന് ഫാസിൽ എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, ഡ്രൈവിംഗ് പഠിച്ചില്ലേ? ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നു, ദിനേശ് അല്ലേ എന്നിട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് കൊച്ചിയിലെ ഡ്രൈവിങ് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അത്രയും മുട്ടി ഇങ്ങനെ ട്രാഫിക് ബ്ലോക്കിലൂടെ വീർപ്പ് മുട്ടി ഓടുന്ന കൊച്ചിയിലൂടെ ഞാൻ ഇന്ന് വരെ കാർ ഓടിച്ചിട്ടേ ഇല്ല. അപ്പോൾ അവിടെ കൂടിയാണ് ജയൻ എന്ന് പറയുന്ന കൃഷ്ണൻ നായർ ജാവ ബൈക്കിലായാലും ശരി ഫിയറ്റ് കാറിലായാലും ശരി ആസ്വദിച്ച് കൊച്ചിയിലൂടെ കാർ ഓടിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഓടിക്കാൻ പറ്റിയത്. ഇത്ര തിരക്കുള്ള നഗരവുമായിരുന്നില്ല. ഞാൻ പറയുമ്പോൾ ഏതാണ്ട് 40-45 വർഷം, 45 ഒരു 50 വർഷത്തിന് മുമ്പുള്ള കഥ പറയുന്നു എന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ കാർ ഓടിക്കുമ്പോൾ വ്യക്തികളെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുമില്ലായിരുന്നു. കൊച്ചിൻ ടൂറിസ്റ്റ് ഹോമിലാണ് അന്ന് കൃഷ്ണൻ നായരുടെ താമസം. നടൻ ജോസ് പ്രകാശിൻ്റെ പ്രകാശ് ഡ്രൈ ക്ലീനേഴ്സ് എന്ന് പറഞ്ഞ പ്രശസ്തമായ ജോസ് ജംഗ്ഷനിലൊരു കടയുണ്ട്. ജോസ് ജംഗ്ഷനിലെ ആ സ്ഥാപനമായിരുന്നു കൃഷ്ണൻ നായരുടെ പ്രധാന താവളം. ജോസ് പ്രകാശിൻ്റെ മകൻ രാജനുമായിട്ട് കൃഷ്ണൻ നായർക്കുള്ള സൗഹൃദം കാരണമാണ് ഈ ജോസ് പ്രകാശിൻ്റെ ഈ കടയിലേക്ക് അല്ലെങ്കിൽ പ്രകാശ് ഡ്രൈ ക്ലീനേഴ്സിലേക്ക് എല്ലാ ദിവസവും ജയം വരുന്നത്.
നിങ്ങൾക്കറിയാമായിരിക്കും, ഉപഹാരം എന്ന് പറഞ്ഞ പടം, കൂടെവിടെ എന്നുള്ള സിനിമ അടക്കം നിർമ്മിച്ച ആളാണ് രാജൻ പ്രകാശ്. എന്നും രാവിലെ 10:30 മണിയാകുമ്പോൾ സഫാരി സൂട്ടും സൺഗ്ലാസും ഒക്കെ അണിഞ്ഞ് സിനിമ സ്റ്റൈലിൽ കൃഷ്ണൻ നായർ രാജൻ്റെ ഡ്രൈ ക്ലീനേഴ്സിലെത്തും. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിന് പിരിയും. അതുവരെ അവിടെ ഇരുന്ന് സിനിമാ ചർച്ചകളും സ്വപ്നങ്ങളുമൊക്കെ വിരിയിച്ച് രാജനോടൊപ്പം സഹകരിച്ച് കടയിരിക്കും. ഊണ് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ വിശ്രമത്തിന് ശേഷം 4:30 വീണ്ടും വരും. 5:30 MG റോഡിലൂടെ കാറിൽ ഒരു ഓട്ട പ്രദർശനം നടത്തും. ചുമ്മാ അലസനായി കാറിലിങ്ങനെ ഒന്ന് ഓടിക്കും MG റോഡിലൂടെ. 6 മണിക്ക് ഏതെങ്കിലും സിനിമാ തിയേറ്ററിൻ്റെ ബാൽക്കണിയിൽ കൃഷ്ണൻ നായർ പ്രത്യക്ഷപ്പെടും. സിനിമ തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രമുള്ളപ്പോഴേ അദ്ദേഹം നാടകീയമായി തിയേറ്ററിനകത്തേക്ക് കയറും. എല്ലാവരും തന്നെ ശ്രദ്ധിക്കണമെന്ന ചിന്തയിലാണ് തിയേറ്ററിന് ഉള്ളിലെ ലൈറ്റുകൾ ഓഫാവുന്നതിന് അല്പം മുമ്പ് 1-2 സെക്കൻഡിന് മുമ്പേ അദ്ദേഹം തിയേറ്ററിലേക്ക് കയറും. അപ്പോൾ ഇങ്ങനെ ഒരാൾ കയറി വരുമ്പോൾ ഈ സഫാരി സൂട്ടൊക്കെ ഇട്ട് സുസ്മേരവതനായി ഒരു പ്രത്യേക നമ്മളെ വശീകരിക്കുന്ന ഒരു ചിരിയാണല്ലോ ജയേട്ടൻ്റെ. അങ്ങനെ തിയേറ്ററിനുള്ളിലേക്ക് കയറി വരും. മിക്കവാറും നേരത്തെ പറഞ്ഞ കലൂരാൻ്റെ 4 സംഘവും സിനിമ കാണാൻ ചിലപ്പോൾ ആ തിയേറ്ററിനകത്ത് ഉണ്ടാവും. തിയേറ്ററിൽ ഉള്ളിലേക്കുള്ള വരവും മാനറിസങ്ങളും അനുകരിച്ച് ഈ 4 സംഘം കൃഷ്ണൻ നായരെ കളിയാക്കുമായിരുന്നു. സുന്ദരനായ ഒരാളോട് ഞങ്ങൾ യുവാക്കൾക്ക് അന്ന് തോന്നിയ അസൂയായിരുന്നു എന്നാണ് കലൂര ഇന്ന് ഇപ്പോൾ തോന്നുന്നത്. അങ്ങനെ അവൻ കൂടുതൽ ഷൈൻ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ കളിയാക്കിയിരുന്നത്. എനിക്ക് തോന്നുന്നു നേവിയിൽ നിന്ന് പിരിയുമ്പോഴേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഇനി ഒരു സിനിമാക്കാരനാവുമെന്ന്. 1974 കൃഷ്ണൻ നായരുടെ കാത്തിരിപ്പിന് ജയസി സാറിൻ്റെ ശാപമോഷം എന്ന് പറഞ്ഞ സിനിമയിലൂടെ ശാപമോഷം കിട്ടുന്നത്. ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചത് ശാപമോഷത്തിലാണല്ലോ. ജയസി സാർ ആദ്യമായി സംവിധാനം ചെയ്ത ശാപമോഷത്തിൽ ഒരു അതിഥി വേഷം യേശുദാസ് പാടിയ പാട്ടുപാടി അഭിനയിച്ചുകൊണ്ടായിരുന്നു ആ തുടക്കം. കാർട്ടൂണിസ്റ്റ്, വിചിത്ര കഥാപാത്രമാണ് കാർട്ടൂണിസ്റ്റ് തോമസ് ഏട്ടൻ. കാർട്ടൂണിസ്റ്റ് തോമസ് ആയിരുന്നു ശാപമോഷം നിർമ്മിച്ചത്. ആദ്യത്തെ രാത്രിയെ വരവേൽക്കാൻ കാർത്തിക വിളക്കുകൾ കൊളുത്തി കണ്ണുകൾ കാർത്തിക വിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞാൽ ഭാസ്കരൻ മാഷ് എഴുതി ദേവരാജൻ മാഷ് സംഗീതം നൽകിയ പാട്ട് മനോഹരമായി ഷീലയുടെയും ഉമ്മറിൻ്റെ ഒരു വിവാഹ റിസപ്ഷനോ എന്താണ് അവിടെ പാടിക്കൊണ്ടാണ് ജയേട്ടൻ ക്യാമറയിലേക്ക് ആദ്യമായി നമ്മളെ കാണാനെത്തുന്നത്. കാർത്തികൻ ആലപ്പുഴയായിരുന്നു ശാപമോക്ഷത്തിൻ്റെ കഥ എഴുതിയത്. ജയസി സാറ് തന്നെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ശാപമോക്ഷം. ഉമ്മറിൻ്റെയും ഷീലയുടെയും വിവാഹ സത്കാരത്തിൽ സുമുഖനായൊരു യുവാവ് പാടുന്നതാണ് സീക്വൻസ്. ജയൻ പാടി അഭിനയിച്ച ആദ്യ സിനിമയിൽ തന്നെ പാടി അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതിലിടാനായിട്ട് ആ പാട്ടൊന്ന് വരികൾ കേൾക്കാൻ വേണ്ടി ഒന്നുകൂടെ കണ്ടപ്പോൾ ആദ്യമായിട്ട് ഒരാൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിക്കുകയാണെന്ന് തോന്നേയില്ല. ഈ ശാപമോക്ഷത്തിലെ ആദ്യത്തെ രാത്രിയെ വരവേൽക്കാൻ എന്നുള്ള പാട്ട് കിടന്നു യൂട്യൂബിലുണ്ട്, നിങ്ങളൊന്ന് അടിച്ചു നോക്കൂ. ആദ്യമായിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നില്ല. ഇരുത്തം വന്ന ഒരു നടനം പോലെയാണ് ആദ്യ സിനിമയിൽ തന്നെ ജയേട്ടൻ്റെ പ്രകടനം. സുജാത, റാണിചന്ദ്ര, അടൂർവാസി, ജോസ് പ്രകാശ്, കുതിരവട്ടം പപ്പു, ശ്രീലത നമ്പൂതിരി, പ്രേംപ്രകാശ് തുടങ്ങി ഒരു വലിയ താരനിരയുള്ള സിനിമയായിരുന്നു ശാപമോക്ഷം. എറണാകുളം ഷേണായിസ് തിയേറ്ററിൽ വെച്ചാണ് കലൂരൻ ആദ്യമായി കൃഷ്ണൻ നായരെ കാണുന്നത്. ഒരു ദിവസം 4 സംഘം ഫസ്റ്റ് ഷോ കാണാൻ ബാൽക്കണി ടിക്കറ്റ് എടുത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള ക്യാൻറ്റീനിൽ കൗണ്ടറിൽ കൈകുത്തി അകത്തേക്ക് പോകുന്നവരെ ശ്രദ്ധിച്ച് നിൽക്കുന്ന സുന്ദരനായ ഒരു യുവാവിനെ ഈ 4 സംഘം ശ്രദ്ധിച്ചു. ഇളം പച്ച നിറത്തിലുള്ള തത്തപ്പച്ചയുടെ നിറത്തിലുള്ള സഫാരി സൂട്ട്, കറുത്ത കൂളിംഗ് ഗ്ലാസ്, കറുത്ത ഫൈബർ സ്ട്രാപ്പുള്ള വാച്ച്. ആ വാച്ച് പ്രശസ്തമാണ് ജയേട്ടൻ്റെ. അത് ധരിച്ചു നിൽക്കുന്ന ആ പുരുഷ സ്വരൂപത്തെ ആരും ഒന്ന് നോക്കിപ്പോകുമെന്നാണ് കല്ലൂർ ഡെന്നിച്ചായ എന്നോട് ഇന്നലെയും പറഞ്ഞത്. അക്കാലത്ത് മട്ടാഞ്ചേരിയിലുള്ള ഗുജറാത്തികളല്ലാതെ മലയാളികളാരും സഫാരി സൂട്ട് ധരിച്ച് നടക്കുന്നത് കലൂരാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടേ ഇല്ല. ഗുജറാത്തികളിടും, പിന്നെ ഇടുന്നത് കൃഷ്ണൻ നായർ മാത്രമാണ്. നേരിട്ട് കൃഷ്ണൻ നായരെ കലൂരാൻ പരിചയപ്പെടുന്നത് അയ്യപ്പൻകാവിലുള്ള സംവിധായകൻ ജെ.സിയുടെ ചെറിയ വീട്ടിൽ വെച്ചാണ്. അന്ന് ശ്രീലകം എന്ന് പറഞ്ഞ വലിയ വീട് കെട്ടിയിട്ടില്ല, ചെറിയ വീട്ടിൽ വെച്ചാണ്. കലൂരാൻ ഒരിക്കൽ ജെ.സിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ജെ.സിയും കൃഷ്ണൻ നായരും കൂടി ക്യാരംസ് കളിക്കുകയാണ് വീട്ടിലിരുന്ന്. കൃഷ്ണൻ നായരെ കലൂരാൻ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ ജെ.സി സാർ പരിചയപ്പെടുത്തി, ഇത് കൃഷ്ണൻ നായർ, പട്ടാള സേവനം എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അരിയുടെ മൊത്ത വ്യാപാരവുമായി കഴിയുന്നു. എന്തോ ഒരു ഹോൾസെയിൽ അരി വ്യാപാരത്തിൻ്റെ ഏജൻസി എന്തോ എടുത്തിരുന്നു അക്കാലത്ത് ജയൻ. ഇത് കഥാകൃത്ത്, നോവലിസ്റ്റ്,
ചിത്രപൗർണമി എന്ന് പറഞ്ഞ സിനിമാ മാസിക നടത്തുന്ന കലൂർ ഡെന്നീസ് തിരിച്ചു പരിചയപ്പെടുത്തി. സിനിമാ മോഹം കൊണ്ട് നേവിയിലെ പെറ്റി ഓഫീസർ ജോലി ഉപേക്ഷിച്ച് പോകുന്ന ആളാണ് കൃഷ്ണൻ നായർ. നോവലിസ്റ്റും പത്രപ്രവർത്തകനും നാടക അഭിനയവും സിനിമ അഭിനയവും ഒക്കെ കഴിഞ്ഞ് ഒരു സിനിമാ സംവിധായകനാകാൻ തയ്യാറെടുക്കുന്ന കാലമായിരുന്നു ജേസി സാർ. അദ്ദേഹം കാളിദാസ കലാകേന്ദ്രത്തിലെ നായകനായിരുന്നല്ലോ. ഒരുപാട് മുട്ടത്ത് വർക്കിയ പോലെ തന്നെ ഒരുപാട് പൈങ്കിളി നോവലുകൾ എഴുതി പ്രശസ്തനായ ആളായിരുന്നു. പിന്നെ കുറേ സിനിമകളിൽ കള്ളിച്ചെല്ലമ്മ അടക്കം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. 7 രാത്രികളിലെ നായകനായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം അഴിച്ചു വെച്ച് ഒരു സിനിമ സംവിധാനം ചെയ്യാനായി തയ്യാറെടുക്കുകയായിരുന്നു. ക്യാരംസ് കളി അന്നവിടെ അവസാനിപ്പിച്ചു. ചിത്രപൗർണമിയെക്കുറിച്ചും ജേസി തുടങ്ങാൻ പോകുന്ന സിനിമയെക്കുറിച്ചും കുറേ നേരം മൂവരും കൂടി ഇരുന്ന് സംസാരിച്ചു. ജേസി സാറും കലൂർ ഡെന്നീസും കൃഷ്ണൻ നായരും കൂടി ഇരുന്ന് സംസാരിച്ചു. തിരിച്ചു പോകുമ്പോൾ കൃഷ്ണൻ നായർ ഫിയറ്റ് കാറിൽ കലൂരാനെ കയറ്റി ചിത്രപൗർണമിയുടെ ഓഫീസിൽ കൊണ്ടുവിട്ടു. അവിടെ മുതൽ ഇരുവരും സുഹൃത്തുക്കളായി. ഇടയ്ക്ക് ഫോണിൽ കലൂരാനെ വിളിച്ച് കുശലങ്ങൾ തിരക്കും. ആ സൗഹൃദം പെട്ടെന്ന് വളർന്നു. സിനിമയ്ക്ക് വേണ്ടി ജോസ് പ്രകാശാണ് കൃഷ്ണൻ നായരെ ജയനാക്കി മാറ്റിയത്. മലയാള സിനിമയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരുടെയും പേര് മാറ്റിയത് തെക്കുറിശി മാമനായിരുന്നു. പക്ഷേ ജയൻ്റെ പേര് മാറ്റിയത്, കൃഷ്ണൻ നായർ എന്നുള്ള പേര് ജയനാക്കി മാറ്റിയത് ജോസ് പ്രകാശായിരുന്നു. അന്ന് ജോസ് പ്രകാശ് പറഞ്ഞ ഒരു വാചകമുണ്ട്, ജയൻ എന്ന് വെച്ചാൽ ജയിക്കാനായി ജനിച്ചവൻ. അറം പറ്റിയത് അങ്ങനെ തന്നെ സംഭവിച്ചതുള്ളതാണ്. ശാപമോക്ഷത്തിൻ്റെ പിന്നാലെ ചെറിയ ചെറിയ വേഷങ്ങളിൽ ജയന് അവസരങ്ങൾ കിട്ടിത്തുടങ്ങി. ഉദയയുടെ വടക്കംപാട്ട് സിനിമകളിലും ജയന് അവസരങ്ങൾ കിട്ടി. ഈ സമയത്താണ് കലൂരാൻ്റെയും കിത്തോച്ചേട്ടൻ്റെയും നേതൃത്വത്തിൽ ഐ വി ശശിയെ കൊണ്ട് ഈ മനോഹര തീരം എന്ന് പറഞ്ഞൊരു ചിത്രം തുടങ്ങാൻ തയ്യാറെടുക്കുന്നത്. അവരുടെ രണ്ടുപേരുടെയും കോമൺ സുഹൃത്തായ ഒരാൾ ഒരു സിനിമ എടുക്കുന്നു. അത് ഞാൻ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഇവരൊരു കാറിൽ കയറി ഹൈദരാബാദ് വരെ പോയതൊക്കെ. ജയന് ഈ സിനിമയിലൊരു വേഷം ഉറപ്പിച്ചു. ഒരു വൈകുന്നേരം കലൂർ ഡെന്നീസും ആർട്ടിസ്റ്റ് കിത്തോയും ഈ മനോഹര തീരത്തിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ അരവിന്ദാക്ഷനും കൂടി ജയൻ താമസിക്കുന്ന എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള കൊച്ചിൻ ടൂറിസ്റ്റ് ഷോവിലേക്ക് ചെന്നു. ജേസിയുടെ വീട്ടിൽ വെച്ച് തുടങ്ങിയ സൗഹൃദം കലൂരാൻ ജയനുമായി തുടരുന്നു എന്നറിയാവുന്ന കിത്തോ നിർബന്ധിച്ചിട്ടാണ് ജയനെ കാണാൻ പോകുമ്പോൾ കലൂരാനും കൂടെ പോയത്. ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കിത്തോ നിർബന്ധിച്ചാണ് വിളിച്ചുകൊണ്ട് പോയത്. അവിടേക്ക് ചെല്ലുമ്പോൾ ജയൻ എവിടെയോ പോകാനായി റെഡിയാവുകയാണ്. ഡേവിസും ഉണ്ടോ എന്ന് ചോദിച്ചു. അതായത് ജേസി സാറിൻ്റെ വീട്ടിൽ വെച്ച് കണ്ട അന്ന് മുതൽ, ഇത് കലൂർ ഡെന്നീസ് എന്ന് പരിചയപ്പെടുത്തിൻ്റെ അന്ന് മുതൽ ഒരിക്കലും ജയൻ ഡെന്നീസ് എന്ന് വിളിച്ചിട്ടില്ല, കലൂർ ഡെന്നീസ് എന്ന് വിളിച്ചിട്ടില്ല, ഡേവിസ് എന്നേ വിളിക്കൂ. അത് എത്ര പ്രാവശ്യം കലൂർ ഡെന്നീസ് തിരുത്താൻ നോക്കിയിട്ടും എന്തുകൊണ്ടോ ഡേവിസ് എന്നേ വിളിക്കൂ. അപ്പോൾ കലൂർ ഡെന്നീസിനെ കണ്ടുടൻ, അപ്പോൾ നേരത്തെ കിത്തോയും അരവിന്ദാക്ഷനും വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ കലൂർ ഡെന്നീസ് ഉണ്ടാവുമെന്ന് ഒരിക്കലും ജയൻ പ്രതീക്ഷിച്ചില്ല. കണ്ട പാടെ ജയൻ ചോദിച്ചു, ഡേവിസും ഉണ്ടോ? അപ്പോൾ വന്നു. അവർ എന്താ പറയുക, കുശലങ്ങളൊക്കെ പറഞ്ഞ ശേഷം വന്ന കാര്യം പറഞ്ഞു. ഐ വി ശശിയുടെ സിനിമയാണെന്ന് കേട്ടപ്പോൾ ജയന് വലിയ സന്തോഷമായി. അന്ന് ഐ വി ശശി പ്രതാപത്തിൽ വളർന്നു തുടങ്ങുന്ന കാലമല്ലേ. അപ്പോൾ ശശിയുടെ ഒരു സിനിമയിൽ എനിക്കൊരു വേഷം എന്ന് കേട്ടപ്പോൾ ജയന് ഭയങ്കര സന്തോഷമായി. അരവിന്ദാക്ഷനും കിത്തോയും കൂടി എത്ര ദിവസം വേണം, എന്ന് മുതൽ വേണമെന്നുള്ള ഡേറ്റെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞുറപ്പിച്ചു. 1500 രൂപയാണ് പ്രതിഫലം. 500 രൂപ അഡ്വാൻസ് കൊടുത്തു. 1500 രൂപയാണ് ആ സിനിമയിൽ അഭിനയിക്കാൻ. എഗ്രിമെൻ്റ് എഴുതാൻ തുടങ്ങിയപ്പോൾ ജയൻ പറഞ്ഞു, ആ എഗ്രിമെൻറ്റിലെ 3000 രൂപ പ്രതിഫലം ഒന്ന് വയ്ക്കി. കാരണം ഇനി ഏതെങ്കിലുമൊക്കെ അവസരങ്ങൾ വരുമ്പോൾ ഇതെടുത്ത് കാണിക്കുമല്ലോ. അതാ ഐ വി ശശിയിൽ ഈ മനോഹര തീരം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എനിക്ക് 3000 രൂപയാണ് ശമ്പളം കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളൊരു 5000 തരണം, അല്ലെങ്കിൽ 6000 തരണം എന്ന് പറഞ്ഞ് കൂട്ടാമല്ലോ. അങ്ങനെ ചെയ്താൽ കുഴപ്പമാകുമോ എന്ന് അരവിന്ദാക്ഷനൊരു സംശയം. പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അല്ലേ. 3000 എഴുതിയിട്ട് പടം തീരാൻ നേരത്തെ, ഷൂട്ടിംഗ് തീരുന്നതിന് മുമ്പ് ഒരു സീനുള്ളപ്പോൾ പറയണം, എനിക്ക് ബാക്കി വരാനുള്ള ബാക്കി 2500 താന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സംശയം. അപ്പം കലൂരാൻ പറഞ്ഞ ഉറപ്പിൽ അങ്ങനെയൊന്നുമില്ല കൃഷ്ണൻ നായർ, ജയൻ അങ്ങനെയൊന്നും ചെയ്യില്ല, നിങ്ങൾ 3000 രൂപ എഴുതി എഗ്രിമെൻറ്റ് ഒപ്പിട്ട് വാങ്ങിക്കാൻ പറഞ്ഞു. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം കലൂരാനും കിത്തോയും കൂടി ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ ഐ വി ശശിയുടെ റൂമിൽ ചെന്നു. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അറിയുന്നത് ജയൻ്റെ ജോഡിയായി അഭിനയിക്കുന്നത് രാജകോകില എന്ന് പറഞ്ഞ നടിയാണ്. രാജകോകില നിങ്ങൾക്കറിയാമായിരിക്കും, ചോറ്റാനിക്കര അമ്മയിലൊക്കെ അഭിനയിച്ചു, കുറേ സിനിമകളിൽ അഭിനയിച്ചു. പിന്നെ അവർ ക്രോസ് ബെൽറ്റ് മണിസാറിൻ്റെ 2ാം ഭാര്യയായി മാറി. രാജകോകില പോരാ എന്ന് കലൂരാൻ ഐ വി ശശിയോട് പറഞ്ഞു. അയ്യോ, ഇനി അവരെ മാറ്റാൻ പറ്റില്ല എന്നായി ഐ വി ശശി. നാളെ രാവിലത്തെ ഫ്ലൈറ്റിൽ രാജകോകില എറണാകുളത്ത് എത്തും എന്ന് ഐ വി ശശി പറഞ്ഞു.
ജയനെ പോലൊരു ഗ്ലാമറുള്ള നടൻ്റെ കാമുകിയായി രാജഗോകുല വന്നാൽ പ്രേക്ഷകന് ഇഷ്ടപ്പെടുമോ എന്നൊരു സന്ദേഹം കലൂരാൻ ഐ.വി. ശശിയോട് പറഞ്ഞു. പക്ഷേ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ക്യാമറമാൻ ബിപിൻ ദാസ് കയറി വന്നു. അപ്പോൾ തന്നെ ഇനി അവരുമില്ല നാളത്തെ എടുക്കാൻ പോണ സീനിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യട്ടെ, നമ്മളൊരു ശല്യം ആവണ്ട എന്ന് വിചാരിച്ചിട്ട് കിത്തോയും കല്ലു ഡെന്നീസും പോകാനായിട്ട് ഇറങ്ങി പുറത്തേക്ക് പോയി. ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി കോറിഡോറിലൂടെ നടന്നു വരുമ്പോൾ 2 പെൺകുട്ടികൾ അവിടെ സൈഡിലുള്ള പാരപ്പറ്റിലിരിക്കുന്നു. അവരെ കലൂരാൻ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ കിത്തോ പറഞ്ഞു, ഡാൻസേഴ്സാണ്, നാളെ എടുക്കുന്ന സീനിൽ ഡാൻസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ആളാന്ന് പറഞ്ഞു. അതിലൊരുത്തിയെ കാണാൻ നല്ല രസം, വെളുത്ത നിറം, അല്പം തടിച്ച ചുണ്ടുകൾ. രാജഗോകുലിക്ക് പകരം ഈ പുതുമുഖമായി ഈ ഇരിക്കുന്ന പെങ്കൊച്ചിനെ മതിയായിരുന്നുവെന്ന് കലൂരാന് തോന്നി. ഇനി പറഞ്ഞിട്ടെന്ത് ഫലം, ആ കുട്ടി കൊള്ളാമായിരുന്നു എന്ന് തോന്നി. ഏതായാലും മലയാള സിനിമയിൽ ഭാവിയിൽ ഈ പെണ്ണ് വലിയ നടിയാകുമെന്ന് കലൂരാന് തോന്നി. അത് കിത്തോയോട് പറഞ്ഞു, നാളെ നോക്കിയോ ആ ഇരിക്കുന്ന പരപ്പറ്റിയിരിക്കുന്ന പെണ്ണ് മലയാള സിനിമയിലെ തിരക്കുള്ള നടിയാകുമെന്ന് എന്തുകൊണ്ടോ കലൂരാന് തോന്നി. കുറേ കാലം കഴിയുമ്പോൾ ഇവളുടെ ഡേറ്റിന് വേണ്ടി നമ്മൾ പുറകെ നടക്കേണ്ടി വരുമെന്ന് കലൂരാൻ്റെ പ്രവചനം കേട്ടപ്പോൾ കിത്തോ പൊട്ടി ചിരിച്ചു. ആദ്യ ദിവസത്തെ ചിത്രീകരണം അമ്പലമേട് ഗസ്റ്റ് ഹൗസിലായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം നോക്കുന്ന ആഘോഷ കമ്മിറ്റിയിലുള്ളതുകൊണ്ട് കലൂരാനും രാവിലെ അവിടെ എത്തി. നോക്കുമ്പോൾ തലേ ദിവസം കണ്ട ആ പെണ്ണ് ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഒരു ദേവ നർത്തകിയെ പോലെ നിൽക്കുന്നു. അതൊരു ക്യാബറ നർത്തകിയായിട്ടാണ് വന്നിരിക്കുന്നത്. മധുസാറും രാജഗോകുലിയും ജയനുമൊക്കെ ഇരുന്ന് മദ്യപിക്കുന്ന സദസ്സിലൂടെ ഡാൻസ് ചെയ്തു വരുന്ന വേഷമാണ്. കലൂരാൻ്റെ കണ്ണുകൾ അവളെ അടിമുടിയൊന്ന് നോക്കി. കാരണം തലേദിവസം കണ്ടപ്പോൾ സുന്ദരിയാണെന്ന് പറഞ്ഞല്ലോ. അവൾ ആരാണ് എന്ന് ഐ.വി. ശശിയോട് തന്നെ കലൂരാൻ തിരക്കി. ഒരു സോളോ ഡാൻസിന് വേണ്ടി കൊണ്ടുവന്ന കുട്ടിയാണ്, ശാന്തി എന്നാണ് പേര് എന്ന് ഐ.വി. ശശി പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി നോക്കിപ്പോയി. ഡാൻസ് മാസ്റ്റർ തങ്കപ്പ മാഷിൻ്റെ ശിഷ്യർ ആയിട്ട് ഈ പാട്ടുകളൊക്കെ ചെയ്യുന്നിടത്ത് അസിസ്റ്റൻ്റായിട്ട് പോകുന്ന 2 പേരുണ്ടായിരുന്നു. ഒന്ന് കമൽഹാസനും ഒന്ന് ഈ ശാന്തിയുമായിരുന്നു. അപ്പോൾ സിനിമ പത്രപ്രവർത്തനായിട്ടും ആ കഥയൊന്നും കലൂരാൻ അറിയില്ല. ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസമായതിനാൽ വെറുതെ ജയനും അവിടെ വന്നു. ശാന്തി നൃത്തം ചെയ്യുന്ന ഹാളിൽ പാടുന്ന ഒരു ഗായകനുണ്ട്. ഒരു പാട്ട് മ്യൂസിക് ട്രൂപ്പിൻ്റെ മുന്നിൽ നിന്ന് പാടണമല്ലോ ക്ലബ് ഡാൻസ് ആകുമ്പോൾ. അത് പാടാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ആ വേഷം ചെയ്യാനായി വന്നിരിക്കുന്നത് സംവിധായകൻ ഹരിഹരനാണ്. ഇനി നിങ്ങൾ അത് അടിച്ചു നോക്കിയാൽ മതി. ഈ മനോഹര തീരത്തിൽ ഹരസാർ നിന്ന് പാടുന്ന ഒരു പാട്ടുണ്ട്. കടമിഴിതളിൽ കളിയമ്പെറിയും പെണ്ണൊരു പ്രതിഭാസം, അവൾ പുരുഷൻ്റെ രോമാഞ്ചം എന്ന് പറഞ്ഞ് ബിച്ചു തിരുമല എഴുതി ദേവരാജ മാഷ് സംഗീതം നൽകിയ ആ ക്ലബ്ബ് ഡാൻസിന് വേണ്ടിയുള്ള ആ പാട്ട് ഹരിഹരൻ പാടുമ്പോൾ അർത്ഥനഗ്നയായ ശാന്തി നൃത്തമാടി. ജയനും മധുവും രാജഗോകുലിയും പിന്നെ 1-2 ഷോട്ടിൽ ആൻ്റണി ഈസ്റ്റ്മാൻ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഇന്നലെ ആ പാട്ടിട്ട് കണ്ടു. നമ്മൾ ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ഇതെല്ലാം കാണും. അപ്പോൾ ഇന്നലെ ആ പാട്ടിട്ട് കാണുമ്പോൾ ഒരു ഷോട്ടിലെന്ത് ഇങ്ങനെ ആൻ്റണി ഈസ്റ്റ്മാൻ ഇരിപ്പുണ്ട് അവിടെ. ആ ബാർ ഡാൻസ് ചെയ്ത ശാന്തി 1 വർഷം കഴിഞ്ഞപ്പോൾ ഐ.വി. ശശിയുടെ തന്നെ അവളുടെ രാവുകളിലെ നായിക രാജിയായി. പേര് സീമ എന്ന് മാറ്റി. അപ്പോൾ കല്ലു ഡെന്നീസിൻ്റെ ഒരു ദീർഘവീക്ഷണം ആലോചിച്ച് നോക്കൂ. എവള് മലയാള സിനിമയിൽ ഏറ്റവും തിരക്കുള്ള നടിയാവുന്നതാണോ? ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും ഏറ്റവും തിരക്കുള്ള നായികയായിരുന്നു സീമ. ഈ മനോഹര തീരത്തിൻ്റെ ചിത്രീകരണത്തിനിടയിൽ ഒരു ദിവസം ജയൻ കല്ലു ഡെന്നീസിനെ കാണാൻ ചിത്രപൗർണമി അച്ചടിക്കുന്ന പ്രസ്സിലേക്ക് വന്നു. കല്ലൂര എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് പ്രിൻ്റ് ചെയ്യുന്ന പ്രസ്സിൽ ചെന്നു. കല്ലൂരാനെ കണ്ട ഉടനെ തന്നെ ആൾക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ശബ്ദം താഴ്ത്തി ജയൻ പറഞ്ഞു, ഡേവിസേ, ആ കന്നഡക്കാരൻ ആൾ ശരിയല്ല. ഏത് കന്നഡക്കാരൻ? കല്ലു ഡെന്നീസ് ചോദിച്ചാണ്, ഏത് കന്നഡക്കാരൻ എന്ന് വെച്ചാൽ, ഈ മനോഹര തീരത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നില്ലേ, ആ സ്ക്രിപ്റ്റ് തിരുത്തിയ ജോൺ പോളിനെ പറഞ്ഞതാണ് ആ കന്നഡക്കാരൻ ശരിയല്ല എന്ന്. ഞാനൊരു പിമ്പാണെന്ന് അയാൾ ആ സ്ക്രിപ്റ്റിൽ എഴുതി വച്ചിരിക്കുന്നു. ജയൻ ചെയ്യുന്ന വേഷം ഒരു പിമ്പാണെന്ന് അതിലെഴുതി വച്ചിരിക്കുന്നു. കലൂരാൻ അറിയാതെ ചിരിച്ചുപോയി. അത് ജയനെ പറ്റി അല്ലല്ലോ, സിനിമയിലെ ക്യാരക്ടർ പറയുന്ന ഡയലോഗല്ലേ എന്ന് ചോദിച്ചു. അതെനിക്കറിയാം, എന്നാലും ആളുകൾ എന്ത് വിചാരിക്കും? പുള്ളി അതാണ് ചിന്തിക്കുന്നത്. ഞാനൊരു പിമ്പാണെന്നൊക്കെ എഴുതി വെച്ചാൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഐ.വി. ശശിയോട് പറഞ്ഞ് ആ ഡയലോഗ് മാറ്റാൻ പറ്റുമോ? അത് ഷൂട്ട് ചെയ്ത് പോയി, അതാണ് രസം. അപ്പം പുള്ളി പറയുന്നത് അത് റീടേക്ക് ചെയ്യാൻ, ഒന്നുകൂടി ചിത്രീകരിക്കാനായിട്ട് എത്ര രൂപ ചിലവ് വരുമോ അത്രയും പൈസ ഞാൻ കൊടുക്കാം.
ഡേവിസ് ഒന്ന് ഐ വി ശശിയോട് സംസാരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഐ വി ശശി എന്ന് പറഞ്ഞാൽ ക്ഷിപ്രകോപിയാണ്. ഏറ്റവും വലിയ ചീത്ത അദ്ദേഹം വിളിക്കുന്ന കഴുതക്കുട്ടി എന്നാണ്. അപ്പോൾ കല്ലൂരാൻ പറഞ്ഞ് ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ ശശി ഓടിക്കും. ഈ മനോഹര തീരം തിയേറ്ററിൽ വന്നപ്പോൾ ജയൻ്റെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ വില്ലൻ വേഷം നന്നായി ശ്രദ്ധിക്കപ്പെട്ടു. അതോടെ ഐ വി ശശി ചിത്രങ്ങളിൽ ഒരു വേഷം ജയൻ ഉറപ്പായിരുന്നു. ജയൻ പതിയെ പതിയെ വളർന്നു. ഹരിഹരൻ്റെ ശരപഞ്ചരത്തിലെ വില്ലനായ രാജശേഖരൻ പ്രേക്ഷകർ സ്വീകരിച്ച് സിനിമയെ സൂപ്പർ ഹിറ്റാക്കി. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾക്ക്. ഷീലയും ജയനുമായിട്ടുള്ള സീനുകളൊക്കെ ഇപ്പോഴും നമ്മൾ കണ്ടാലും അവർ തമ്മിലുള്ള ആര് വലുത് എന്നുള്ള പോരൊക്കെ ഭയങ്കര രസകരമായി ചെയ്ത സൗദാമിനി എന്നൊക്കെ വിളിക്കുന്ന കേട്ടാൽ തിയേറ്ററിലിരുന്ന് കിടുങ്ങുമായിരുന്നു. മലയാള സിനിമ ജയന് ചുറ്റും ചുറ്റുന്ന അവസ്ഥയിലായി. ഇതിനിടയിൽ ജയസ് സാറിൻ്റെ 2 ചിത്രങ്ങളിൽ കൂടി ജയ അഭിനയിച്ചു. രാജാങ്കണം, അഗ്നിപുഷ്പം. ശരപഞ്ചരം വലിയ വിജയമായപ്പോൾ ജയന് നിറയെ അവസരങ്ങളും പത്രങ്ങളിൽ വലിയ ശ്രദ്ധയും കിട്ടി. അത് സ്വാഭാവികമാണല്ലോ. പിന്നെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കാൻ ആൾ കാണുമല്ലോ. ആദ്യം കൊണ്ടുവന്നതിനൊക്കെ പിന്നെ അങ്ങ് മറക്കും. അങ്ങനെ ഒരു പത്രത്തിന് ജയൻ അഭിമുഖം നൽകിയപ്പോൾ തൻ്റെ ആദ്യത്തെ ചിത്രത്തെക്കുറിച്ചോ തനിക്ക് ആദ്യമായി അവസരം നൽകിയ സംവിധായകനെ പറ്റിയോ ഒരക്ഷരം പറഞ്ഞില്ല. പകരം ശരപഞ്ചരത്തെപ്പറ്റിയും ഹരിഹരനെ പറ്റിയും വാനോളം പുകഴ്ത്തി സംസാരിച്ചു. എത്ര എന്താ പറയുക, ഈ ജയസ് സാറ് വളരെ ശാന്തപ്രകൃതനാണ്. പക്ഷേ പെട്ടെന്ന് ടെമ്പറാവും, ക്ഷുഭിതനായി സംസാരിക്കും. വരായികളൊന്നും നോക്കൂല. അതാണ് ജയസ് സാറിൻ്റെ ഒരു സ്വഭാവം. അപ്പോൾ ശാപമോക്ഷം എന്ന് പറഞ്ഞ ജെസിയുടെ പടത്തിലാണ് ഞാൻ അഭിനയിച്ചതെന്നോ, വർഷങ്ങളായി എൻ്റെ സുഹൃത്തായിരുന്ന ജെസി സംവിധാനം ചെയ്തപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു അവസരം തന്നെന്നോ ഒന്നും ഈ അഭിമുഖത്തിൽ പറഞ്ഞില്ല. പകരം ശരപഞ്ചരത്തെ പറ്റിയും ഹരിഹരനെ പറ്റിയും വാനോളം പുകഴ്ത്തി. ഇത് അച്ചടിച്ച് വന്നപ്പോൾ അത് കണ്ട ജെസി സാറിനെ അത് വല്ലാതെ നോവിച്ചു. എന്നും ചാൻസ് ചോദിച്ച് എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങിയ ജയൻ്റെ നന്ദികേടിനെക്കുറിച്ച് ജയൻ അഭിമുഖം കൊടുത്ത അതേ വാരികയിൽ തന്നെ ജെസി സാർ ഇൻ്റർവ്യൂ കൊടുത്തു. കൊളാവുമല്ലോ അതോടെ. എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി എത്രയോ കാലം നടന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു വേഷം കൊടുത്തത്. എന്നിട്ട് നന്ദി കെട്ടവൻ എന്നെപ്പറ്റി പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ജയന് കൊടുത്ത ഇൻ്റർവ്യൂ കൊടുത്ത അതേ വാരികയിൽ തന്നെ അത് അടിച്ചു വന്നു. അതോടെ അവരുടെ ബന്ധം ശിഥിലമായി. ഒരു രാത്രി ജെസി സാറും കല്ലു ഡെന്നീസും കൂടി സ്റ്റുഡിയോയിലെ വർക്കൊക്കെ കഴിഞ്ഞ് താമസ സ്ഥലമായ പാങ്കുര ഹോട്ടലിലെത്തി. മദ്രാസിൽ പോകുമ്പോൾ ഒരുപാടുപ്പെട്ട മലയാളികളെല്ലാം താമസിക്കുന്ന പാങ്കുരവിലാണല്ലോ. പാങ്കുര ഹോട്ടലിലെത്തി മേളിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റ് കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ലിഫ്റ്റ് വന്ന് നിന്നു. ഡോറ് തുറക്കുമ്പോൾ അതിൽ നിന്ന് സുമലതയും ജയനുമാണ് ഇറങ്ങുന്നത്. ഒരിക്കലും ജയൻ പ്രതീക്ഷിച്ചില്ല ഈ മുന്നിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് ജെസി സാറ് നിൽക്കുമെന്ന്, കൂടെ കല്ലു ഡെന്നീസ്. പക്ഷേ ഇങ്ങനെ ഈ ഡോറ് തുറന്ന് ഇറങ്ങി വരുന്ന ഈ മനുഷ്യനെ എനിക്ക് ജീവിതത്തിൽ പരിചയമില്ല എന്നുള്ള രീതിയിൽ ജെസി സാർ നിന്നു. അത് കണ്ടപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ, ജയേട്ടൻ്റെ പുഞ്ചിരി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ചിരിയാണല്ലോ. ചിരിച്ചുകൊണ്ട് കല്ലു ഡെന്നീസിനെ നോക്കി കണ്ണിറുക്കിയിട്ട് ജയൻ സുമലതയോടൊപ്പം പുറത്തേക്ക് പോയി. ജയൻ്റെയും ജെസിയുടെയും അഭിമുഖങ്ങളിൽ സിനിമാ രംഗം വലിയ ചർച്ചകൾ നടത്തി. ജയൻ പറഞ്ഞതാണോ ശരി, ജെസി പറഞ്ഞതാണോ ശരി, അല്ലെങ്കിൽ ആദ്യമായിട്ട് അവസരം കൊടുത്തതല്ലേ, അപ്പോൾ ആ ജയൻ ശാപമോക്ഷത്തെക്കുറിച്ചും ജെസിയെക്കുറിച്ചും പറയണമായിരുന്നു എന്നൊരു കൂട്ടർ ആദ്യമായിട്ട് അവസരമൊക്കെ കൊടുത്തു. പക്ഷേ ശരപഞ്ചരൻ സൂപ്പർ ഹിറ്റായതുകൊണ്ടല്ലേ ഹരിഹരനെക്കുറിച്ച് പറഞ്ഞതെന്നും വേറൊരു കൂട്ടർ ഇങ്ങനെ ചർച്ച ചെയ്യുമല്ലോ സിനിമയിൽ. ഈ പ്രശ്നം ഇങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ ഐ വി ശശിയും ശങ്കരാടിയും ഇടപെട്ട് ജെസിയും ജയനുമായിട്ടുള്ള പിണക്കം മാറ്റി. രണ്ടുപേരും കൂടെ ഇടപെട്ടു, ഐ വി ശശിയും ശങ്കരാടി. തുടർന്ന് ജെസിയുടെ തുറമുഖം എന്ന് പറഞ്ഞ ജെസി സാർ ചെയ്യുന്ന സിനിമയിലേക്ക് MG സോമനോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള നായകനായിട്ട് MG സോമനോളം തന്നെ നായകനായ എന്നാൽ അല്പം ഒരു വില്ലനിസമുള്ള വേഷം ചെയ്യാനായി ജയനെ ബുക്ക് ചെയ്തു. ജയൻ ചെയ്യേണ്ടത് ആംഗ്ലോ ഇന്ത്യൻ ഒരു യുവാവിൻ്റെ വേഷമാണ്, പീറ്റർ. അല്പം നെഗറ്റീവ് ടച്ചുണ്ട് ആ വേഷത്തിന്. ആംഗ്ലോ ഇന്ത്യനാണ്, പക്ഷേ അല്പം നെഗറ്റീവ് ടച്ചുണ്ട്. സോമൻ ചെയ്യുന്നത് ഹംസ എന്ന പോസിറ്റീവ് ക്യാരക്ടറാണ്. അത് റോസി എന്ന് പറഞ്ഞാൽ അംബികയാണ് അതിലെ നായിക. അപ്പോൾ റോസി എന്ന് പറഞ്ഞാൽ അംബികയുമായിട്ട് അടുപ്പവും പാട്ടും ഒക്കെയുള്ള വേഷമാണ്. MG സോമൻ എന്ന് പറഞ്ഞാൽ സോമു എന്നാണ് ജെസി സാർ വിളിക്കുന്നത്. വർഷങ്ങളായി ജെസി സാറിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ അടുപ്പക്കാരനാണ് MG സോമൻ. അത് സിനിമയിൽ വന്ന കാലം മുതൽ, സോമേട്ടൻ വന്ന കാലം മുതൽ ജെസി സാറിൻ്റെ ഏറ്റവും അടുപ്പമുള്ള ആളായിരുന്നു. കഥ കേട്ടപ്പോൾ ജയനൊരു സജഷൻ വെച്ചു. ഹംസയുടെ വേഷം ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അർത്ഥഗർഭമായ ഒരു ചിരി മാത്രമായിരുന്നു ജെസി സാറിൻ്റെ ഉത്തരം. ഒന്നും പറഞ്ഞില്ല.
യേശു സാറിന് ചില അർത്ഥഗർഭമായ മൂളലിന് ഇങ്ങനെയൊക്കെ ആക്കുന്ന ചില മൂളലൊക്കെ ഉണ്ട്. ഒരു പാരഗ്രാഫ് പറയാനുള്ളത് ഒരു മൂളലിൽ നിർത്തും സാർ, ഒരു നോട്ടത്തിൽ ഒരു മൂളലിൽ നിർത്തിക്കളയും. അതുപോലെ കഥ കേട്ടപ്പോൾ എനിക്ക് ഹംസയുടെ വേഷം തരാമോ എന്ന് ചോദിച്ചപ്പോഴും ജയനെ നോക്കി ഒരു ചിരി മാത്രം ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല ജയസു സാർ. 5000 രൂപയായിരുന്നു തുറമുഖത്തിലേക്ക് ജയൻ്റെ ശമ്പളം. സോമന് 15000 രൂപയാണ് ശമ്പളം. 6 ലക്ഷം രൂപയ്ക്ക് കളറിൽ ചിത്രീകരിച്ച സിനിമയായിരുന്നു തുറമുഖം. അപ്പോൾ ജയസു സാറിൻ്റെ ബന്ധുവായ JJ കുറ്റിക്കാടാണ്, ഇപ്പോൾ JC ഫൗണ്ടേഷൻ്റെ ചെയർമാനൊക്കെ ആയ JJ കുറ്റിക്കാടാണ് പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹം 1000 രൂപയുടെ ചെക്ക് എഴുതി അഡ്വാൻസ് കൊടുത്തു ജയന്. JJ കുറ്റിക്കാടിനോട് ഹംസയുടെ വേഷം എനിക്ക് തരാൻ JCയോട് പറയാൻ ഒക്കുമോ എന്നൊക്കെ ജയൻ ചോദിച്ചു. കുറ്റിക്കാടേ, JJ നിങ്ങൾ പറഞ്ഞാൽ JC കേൾക്കും, നിങ്ങളൊന്ന് പറ എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് JJ കുറ്റിക്കാടിനെ വിളിച്ചു. നല്ല വൈറൽ ഫീവർ വന്ന്, അതായത് ഈ ചൂടത്ത് അദ്ദേഹം തണുത്ത ഒരുപാട് കുപ്പി വെള്ളങ്ങൾ വാങ്ങിച്ച്, സ്പ്രൈറ്റും മിരാൻഡിയൊക്കെ വാങ്ങിച്ച് ഒരുപാട് കുടിച്ച് അതിൽ പനിയായി കിടക്കുകയാണ്. നാളെയും കൂടെ മരുന്നുണ്ട്, ആൻറ്റിബയോട്ടിക് കഴിക്കുകയാണ്, നാളെ ആകുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആകും എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് പോലും അദ്ദേഹം ഒരുപാട് നേരം എന്നോട് ഈ JC സാറും ജയനുമായിട്ടുള്ള പ്രശ്നങ്ങളും തുറമുഖം ചിത്രീകരിച്ച കഥയും ശാപമോക്ഷത്തിൻ്റെ കഥയൊക്കെ സംസാരിച്ചു. അപ്പോൾ JJ കുറ്റിക്കാരനോട് പറഞ്ഞു, നിങ്ങൾ JCയുടെ ബന്ധുവല്ലേ, ഹംസയുടെ വേഷം എനിക്ക് തരാൻ പറ, നിങ്ങളല്ലേ പ്രൊഡ്യൂസറും, അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും എന്ന് പറഞ്ഞു. അടുത്ത ബന്ധുവാണെങ്കിലും കുറ്റിക്കാട് JJ കുറ്റിക്കാട് JC സാറിനോട് ഇതൊന്നും പറയില്ല എന്നുള്ളത് ജയൻ അറിയില്ലായിരുന്നു. ഒരു നാൾ എവിടെയോ പോയിട്ട് JJ കുറ്റിക്കാട് വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, എടാ നിന്നെ അന്വേഷിച്ച് ഒരു കളിനടൻ വന്നിരുന്നു. കളിനടൻ, സിനിമാ നടനെ ആ അമ്മ പറയുന്ന പേരാണ് കളിനടൻ. നിന്നെ അന്വേഷിച്ചേ ഒരു കളിനടൻ വന്നിരുന്നു. അപ്പോൾ ചോദിച്ചു, എന്തിന്? കാര്യം പറഞ്ഞില്ല, അയാൾ നിനക്ക് തരാൻ ഒരു ചെക്ക് ഏൽപ്പിച്ചിട്ട് പോയി. കളിനടൻ ഒരു ചെക്ക് കൊടുത്തിട്ട്, അമ്മ JJ കുറ്റിക്കാട് വരുമ്പോൾ കൊടുത്തേക്കൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോയി. JJ വാങ്ങി നോക്കുമ്പോൾ അഡ്വാൻസ് കൊടുത്ത 1000 രൂപയുടെ ചെക്കാണ്. അപ്പോൾ JJ കുറ്റിക്കാരന് മനസ്സിലായി തുറമുഖത്തിൽ നിന്ന് ജയൻ പിൻവാങ്ങി എന്ന് മനസ്സിലായി. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തുറമുഖത്തിൽ അഭിനയിക്കാൻ താനില്ല എന്ന് നിർമ്മാതാവ് JC കുറ്റിക്കാരനെ വിളിച്ചും ജയൻ പറഞ്ഞു. കാരണം അന്വേഷിച്ചപ്പോൾ സോമനും ജയനും തമ്മിലുള്ള ഒരു സീനിൽ സോമൻ്റെ കഥാപാത്രം ജയൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ കർണത്തടിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. തിരിച്ച് ജയൻ സോമൻ്റെ കർണത്തടിക്കുന്ന സീനുമുണ്ട്. പക്ഷേ സോമൻ തന്നെ അടിച്ചാൽ തൻ്റെ ആരാധകർ ഇഷ്ടപ്പെടില്ല, ആ അടി ഒഴിവാക്കണം, എന്നാൽ ഞാൻ അഭിനയിക്കാമെന്നായിരുന്നു JJ കുറ്റിക്കാടിനോട് ജയൻ പറഞ്ഞത്. അതൊരു കാരണം ഉണ്ടാക്കി പറയുന്നതാണ്, മറ്റേ വേഷം കൊടുക്കാത്തതിൻ്റെ ചുരുക്കമാണ്. വെറുതെ ഒരു ഇഷ്യൂ കണ്ടെത്തുകയായിരുന്നു എന്ന് തന്നെയാണ് ഇന്നും എന്നോട് JJ കുറ്റിക്കാട് പറഞ്ഞത്. ഇത് കേട്ട JC സാർ വല്ലാതെ ക്ഷോഭിച്ചു. ജയനെ വിളിച്ച് സംസാരിക്കണമെന്നും JC സാർ തയ്യാറായില്ല. അവന് സോമൻ്റെ അടി കൊള്ളാൻ പറ്റില്ലെങ്കിൽ അവൻ എൻ്റെ സിനിമയിൽ അഭിനയിക്കേണ്ട എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ JC സാർ പറഞ്ഞു. മുഖത്ത് ചായം തേക്കുന്ന ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളില്ല, അങ്ങനെ ചെയ്യാത്തവൻ രക്ഷപ്പെടുകയില്ല എന്ന് JC സാർ പറഞ്ഞു. ചായം കഴുകിക്കളയുന്ന ലാഘവത്തോടെ അവർ ബന്ധങ്ങളെ കാണുന്നു. മുഖത്ത് ചായം തേച്ച് മാച്ച് കളയുന്നു. സിനിമയിൽ സത്യം പറഞ്ഞാൽ JC സാർ പറഞ്ഞത് 100% ശരിയാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നു, ചായം തേക്കുന്ന ഒരെണ്ണത്തിനെ ആണായാലും പെണ്ണായാലും ശരി വിശ്വസിക്കരുത് എന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. ആ ചായം അഴിച്ച് കളയുന്നത് പോലെ വ്യക്തിബന്ധങ്ങളെ കളഞ്ഞു കളയും. ഞാൻ പലപ്പോഴും നിങ്ങളുടെ പലതും പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ സഹായം കൊണ്ട് എവിടെയെല്ലാം ചെന്നെത്തപ്പെട്ട എത്രയോ പേരുണ്ട്. അവർ വളർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ദിനേശൻ്റെ പേര് പോലും അറിയില്ല അവർക്ക്. എവിടെയെങ്കിലും വെച്ച് കണ്ട ഇങ്ങനെ ആക്കും ഇത്ര തന്നെ. അത് ഞാൻ വകവയ്ക്കാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. എന്തായാലും JC സാർ പറഞ്ഞു, ചായം കഴുകിക്കളയുന്ന ലാഘവത്തോടെ അവർ ബന്ധങ്ങളെ കഴുകിക്കളയും. അപ്പോൾ തന്നെ JC സാർ നേരിട്ട് സുകുമാരനെ വിളിച്ചു. സുകുമാരൻ മറ്റൊരു ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക. കഥാപാത്രം ആംഗ്ലോ ഇന്ത്യനാണ് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വന്ന് അഭിനയിക്കാമെന്നായി സുകുമാരൻ. എനിക്ക് തോന്നുന്നു ജയൻ ഒഴിവായ വേഷമാണെന്ന് കണ്ടപ്പോൾ, അപ്പോൾ ജയൻ, സോമൻ, സുകുമാരൻ നല്ല മത്സരമായിരുന്ന കാലമല്ലേ. അപ്പോൾ ജയൻ വേണ്ട എന്ന് വെച്ച് വേഷം എന്ന് കണ്ടപ്പോൾ സുകുമാരൻ ചാടി വീണതായിരിക്കാം. അത് ഞാൻ പറഞ്ഞു, എനിക്ക് ഡേറ്റില്ല, പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൊന്ന് അഭിനയിക്കാം എന്ന് പറഞ്ഞു. പ്രതിനായക സ്വഭാവമുള്ള ആംഗ്ലോ ഇന്ത്യൻ യുവാവിൻ്റെ വേഷം തൻ്റെ തനതായ അഭിനയ ശൈലിയിൽ സുകുമാരൻ തിയേറ്ററിൽ അവിസ്മരണീയമാക്കി, മനോഹരമായി ചെയ്തു. ക്യാപ്പൊക്കെ വെച്ച് ഹാഫ് ട്രൗസറൊക്കെ ഇട്ട് ബഹു രസമാണ് പീറ്ററുടെ ഡയലോഗ് ഡെലിവറി എല്ലാം. ഇതിനിടയിൽ ജയൻ ഒരു കൊച്ചു പാര കൂടി JC സാറിന് വെച്ചു കൊടുത്തു. ഞാനിത് പറയുമ്പോൾ
ജയേട്ടനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. ജയേട്ടനെ ആരാധനയോടെ കാണുന്ന, എപ്പോഴും മനസ്സിൽ ജയേട്ടനെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ശരി, അവൻ ജയനെതിരെ സംസാരിക്കുന്ന ആളാണെന്ന് തോന്നരുത്. ഞാൻ നടന്ന സംഭവം സത്യസന്ധമായി പറയുകയാണ്. ഒരു ചെറിയ പാര കൂടി ജേസി സാറിന് വെച്ചു കൊടുത്തു. തുറമുഖത്തിൽ കൊച്ചു ത്രേസ്യ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം ചെയ്യേണ്ടിയിരുന്നത് ഷീലയാണ്. ജേസി സാറിനോടൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള, ജേസി സാർ ആദ്യമായി സംവിധായകനായപ്പോൾ ശാപമോക്ഷത്തിലെ നായികയായ ഷീലയാണ് ആ അടുപ്പം കൊണ്ട് ഈ വേഷം ചെയ്യേണ്ടത്. തുറമുഖത്തിലെ കൊച്ചു ത്രേസ്യ എന്ന കഥാപാത്രം കടപ്പുറത്ത് അല്പസ്വല്പം ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇത് സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ളതുകൊണ്ട് ജയൻ അറിയാം. അതുകൊണ്ട് ജയൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇമേജ് മോശമാകും, ഈ വേഷം ചെയ്യരുത് എന്ന് ഷീലയ്ക്ക് ഉപദേശം നൽകി. ചരപഞ്ചരത്തിലൊക്കെ ഒന്നിച്ചഭിനയിച്ച നായകൻ പറഞ്ഞത് കേട്ടപ്പോൾ ഷീല തുറമുഖത്തിൽ നിന്നും പിന്മാറി. പകരം ജേസി സാറിന് എന്നും പ്രിയപ്പെട്ട MG സോമനെ പോലെ തന്നെ ജേസി സാറിന് എന്നും പ്രിയപ്പെട്ട സുകുമാരിയമ്മയാണ് ആ കൊച്ചു ത്രേസ്യയായി അഭിനയിച്ചത്. ജയൻ ഉയരങ്ങൾ കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നിർമ്മാതാവ് ഹരിപ്പോത്തൻ ഒരു ദിവസം ജേസി സാറിനെ കാണാൻ ചെന്നു. അത് എനിക്ക് തോന്നുന്നു പാങ്കുള ഹോട്ടലിലാണെന്നു കാണാൻ ചെന്നു. സംസാരത്തിനിടയിൽ ഹരിപ്പോത്തൻ പറഞ്ഞു, ജേസി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മലയാള സിനിമയിൽ ഇപ്പോൾ നമ്പർ 1 ഹീറോ ജയനാണ്. എല്ലാവരും ഇപ്പോൾ അവൻ്റെ പുറകെയാണ്. ഇപ്പോൾ പഞ്ചമി, ഇതാ ഇവിടെ വരെ മുതലായ ഹരിപ്പോത്തൻ നിർമ്മിച്ച സിനിമകളിലൊക്കെ ജയൻ അഭിനയിച്ചിട്ടുണ്ട്. ഹരിപ്പോത്തൻ്റെ വർത്തമാനം കേട്ട ജേസി സാർ പെട്ടെന്ന്, അവൻ എത്ര നമ്പർ 1 ആയാലും അടുത്ത വർഷം അവൻ ഉണ്ടായിട്ട് വേണ്ടേ എന്ന് സംസാരത്തിനിടെ പറഞ്ഞു. അവൻ എത്ര നമ്പർ 1 ആയാലും അടുത്ത വർഷം അവൻ ഉണ്ടായിട്ട് വേണ്ടേ എന്ന് പറഞ്ഞു. ഒരു പുച്ഛം കലർന്ന ചിരിയോടെയായിരുന്നു ജേസി സാർ അത് പറഞ്ഞത്. അറം പറ്റുന്ന വാക്കായി പോയി അത്. അടിപിടി നായകൻ എന്ന നിലയിൽ ദീർഘകാലമുള്ള ഒരു ലൈഫ് സിനിമയിലുണ്ടാകില്ല. മിൻസനെയൊക്കെ പോലെ വേഗം ഫീൽഡ് ഔട്ട് ആവും എന്ന അർത്ഥത്തിലാണ് ഈ തിരക്കും ബഹളവും ഒക്കെ ഏറിയാൽ ഒരു വർഷം കൂടിയേ ഉണ്ടാവുള്ളൂ എന്ന അർത്ഥത്തിലാണ് ജേസി സാർ പറഞ്ഞത്. 1979 ഡിസംബർ 21 ക്രിസ്മസ് റിലീസായിട്ടാണ് തുറമുഖം ഏഞ്ചൽ ഫിലിംസ് തിയേറ്ററിലെത്തിച്ചത്. ഒരു വർഷം തികയുന്നതിന് മുമ്പ് 1980 നവംബർ 16 എന്ന് പറയുന്ന ദിവസം മലയാളികളാരും മറക്കില്ല. ഒരു വർഷം തികയുന്നതിന് മുമ്പ് ജയൻ എന്ന ചലച്ചിത്ര ഇതിഹാസം ഹെലികോപ്റ്ററിൽ നിന്ന് വീണ് മരിച്ചു. ഞാൻ ഇനി അത് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, ഒരു വർഷം പോലും തികഞ്ഞില്ല എന്നുള്ളതാണ്. 1979 ഡിസംബർ 21 ക്രിസ്മസ് റിലീസായിട്ട് തുറമുഖം ഏഞ്ചൽ ഫിലിംസ് തിയേറ്ററിലെത്തിച്ചത്. പിറ്റേ വർഷം 1980 ഡിസംബർ പോലും ആയില്ല, നവംബർ 16 എന്ന് പറഞ്ഞാൽ മലയാളി ഒരിക്കലും മറക്കില്ല. 1980 നവംബർ 16 ഷോളവാരപുരത്ത് ഹെലികോപ്റ്ററിൽ നിന്ന് കോളിളക്കം എന്ന് പറഞ്ഞ സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ താഴെ വീണ് ജയേട്ടൻ പോയി. വാർത്തയറിഞ്ഞ ജേസി സാർ വല്ലാണ്ടായി. എൻ്റെ സിനിമയിൽ തുടങ്ങി എൻ്റെ വാചകത്തിൽ അവസാനിച്ച സുഹൃത്തിനെ ഓർത്ത് ജേസി സാർ ഒരുപാട് വിഷമിച്ചു. ഷൂട്ടിംഗ് തുടങ്ങാൻ കഷ്ടിച്ച് ഒരാഴ്ച ഉള്ളപ്പോൾ ഒരു പ്രധാന നടൻ, അതും തൻ്റെ സിനിമയിൽ തുടക്കം കുറിച്ച നടൻ, വാങ്ങിയ ചെക്ക് മടക്കി നൽകി പിന്മാറിയപ്പോൾ തോന്നിയ വിഷമത്തിൽ പറഞ്ഞ വാചകം അറം പറ്റിയ വാക്കായി പോയല്ലോ എന്നുള്ളതിൽ ജേസി സാർ ഒരുപാട് ദുഃഖിച്ചു. അടുത്ത വർഷം ജയൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് സിനിമയിലുണ്ടാവില്ല എന്ന അർത്ഥത്തിലായിരുന്നു. പക്ഷേ ജേസി സാർ വികാരാധീനായി പലപ്പോഴും ഇക്കാര്യം കല്ലു ഡെന്നീസിനോട് പറയുമായിരുന്നു എന്നാണ് ഡെന്നിച്ചായൻ പറഞ്ഞത്. നമ്മൾ ക്ഷോഭത്തിൽ പറയുന്ന വാക്കുകൾക്ക് മനുഷ്യൻ്റെ ജീവൻ എടുക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ദേഷ്യമോ പകയോ ഒക്കെ ഉള്ള നമുക്ക് ഒരുപാട് പേരുണ്ടാവുമല്ലോ, അവരെയൊക്കെ അങ്ങനെ ശപിച്ചാൽ പോരെ, അറം പറ്റി അവർ തീർന്നു പോവില്ലേ എന്നാണ് ഡെന്നിച്ചായൻ ചോദിക്കുന്നത്. പിന്നെ അവരാരും ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ലല്ലോ. ജേസി അങ്ങനെയാണ് എന്നാണ് കല്ലു ഡെന്നീസ് പറയുന്നത്. പെട്ടെന്ന് ഇമോഷണലാവും, ദേഷ്യപ്പെടും, അറം പറ്റുന്ന വാക്കുകൾ ഉരുവിടും. കല്ലു ഡെന്നീസിൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന ഒരു കഥാകൃത്തും തിരക്കഥാകൃത്തും ഒക്കെ ആയിരുന്ന ഒരാളൊരിക്കൽ ജേസി സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു, ഡെന്നീസിനിപ്പോൾ നല്ല സമയമാണ്, എത്ര സിനിമകളാണെന്നോ അയാൾ എഴുതുന്നത് എന്ന് പറഞ്ഞു. അപ്പോഴും ജേസി സാർ ഇതുപോലെ തന്നെ ചിരിച്ചോണ്ട് പറഞ്ഞു, എന്ത് സമയം, അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ അയാളിവിടെ ഉണ്ടായിട്ട് വേണ്ടേ എന്ന്. വാസ്തവത്തിൽ അത് മരിച്ചു പോവും, അടുത്ത വർഷമാകുമ്പോൾ അയാൾ ചത്തുപോകും എന്നുള്ള അർത്ഥത്തിലല്ല ജേസി സാർ പറയുന്നത്. അടുത്ത വർഷം സിനിമാ രംഗത്ത് കല്ലൂരാൻ ഉണ്ടാവില്ല എന്ന അർത്ഥത്തിലാണ് ജേസി സാർ പറഞ്ഞത്. 1986 ഇങ്ങനെ ഒരു പ്രവചനം
ജേസി സാർ നടത്തിയത്. പക്ഷേ ആ സുഹൃത്ത്, രണ്ടുപേരുടെയും സുഹൃത്ത്, കോമൺ സുഹൃത്തായ മനുഷ്യൻ പോയി ഡെന്നി ചായനോട് അത് പറയാൻ പാടില്ലായിരുന്നു. ഡെന്നി ചായൻ്റെ ചെന്ന് പറഞ്ഞു, ആ ജേസി നിങ്ങളെപ്പറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്, അടുത്ത വർഷം നിങ്ങളുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡെന്നി ചായന് മനസ്സിലായി അടുത്ത വർഷം ഉണ്ടാവില്ല എന്ന് ജേസി പറഞ്ഞത് ഞാൻ ചത്തുപോകും എന്നല്ല, അടുത്ത വർഷം തിരക്കഥാരംഗത്ത് ഇപ്പോൾ ഉള്ള അത്ര തിരക്കിൽ കലൂരാൻ ഉണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലാണെന്ന് പറഞ്ഞതെന്ന് ജേസി സാറിനെ നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് കലൂ ഡെന്നിസിന് മനസ്സിലായി. എന്നാൽ ജേസി സാർ അങ്ങനെ 86 പ്രവചിച്ചതിന് ശേഷമാണ് ഡെന്നി ചായൻ ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ്, തിരക്കഥയ്ക്ക് സംസ്ഥാന അവാർഡ് കിട്ടുന്നതും നല്ല നല്ല കുറേ സിനിമകൾ എഴുതിയതും. ജേസി സാർ പറഞ്ഞ കമൻ്റ് അറിഞ്ഞിട്ടും ജേസി സാറിൻ്റെ മരണം വരെയും കലൂ ഡെന്നീസും ജേസി സാറുമായിട്ടുള്ള സുഹൃബന്ധം ഒരു വിള്ളലും വീഴ്ത്താതെ അനുസ്യൂതം തുടർന്നു എന്നുള്ളതാണ്. അത് കലൂ ഡെന്നീസ് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ മനസ്സാണ്. എന്നെപ്പറ്റി ജേസി അങ്ങനെ പറഞ്ഞു, ഞാൻ അടുത്ത വർഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഞാൻ ചത്തുപോകുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നുവെങ്കിൽ ആ ബന്ധം അവിടെ ശിഥിലമായേനെ. പക്ഷേ അങ്ങനെയല്ല. എനിക്ക് ജേസിയെ നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട്, ജേസി പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാനത് കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞ് മരണം വരെയും ജേസി സാർ ഒരു വശം തളർന്ന് വീട്ടിൽ കിടക്കുമ്പോഴും ആശുപത്രി കിടക്കുമ്പോഴും ഒക്കെ നിത്യസന്ദർശകനായിരുന്നു കലൂ ഡെന്നീസ്. കലൂ ഡെന്നീസിൻ്റെ സാമീപ്യം ജേസി സാറിനെ സന്തോഷപ്പെടുത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം പ്രതീക്ഷിച്ച വേറൊരു തിരക്കഥാകൃത്ത് മരിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. ഇതൊക്കെ എനിക്കറിയാം. മരിച്ചിട്ട് പോലും വന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആരോ ചോദിച്ചു, നിങ്ങൾ ഈ വാചകം അടിക്കുമ്പോഴൊക്കെ ജേസിയും നിങ്ങളുമായിട്ടുള്ള സൗഹൃദത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ അദ്ദേഹം മരിച്ചിട്ട് വന്നില്ലല്ലോ എന്ന്. എനിക്ക് ജേസി മരിച്ചു കിടക്കുന്നത്, നിശ്ചലമായി കിടക്കുന്നത് കാണാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടാണ് വരാത്തതെന്നൊക്കെ കള്ളം പറഞ്ഞു. ജേസി അറിയില്ലല്ലോ ഇയാൾ വന്നില്ല എന്ന്. അതാണ് സത്യം. അതൊക്കെ സിനിമയിൽ അങ്ങനെയാണ്, സ്വാഭാവികമാണ്. എന്തായാലും എൻ്റെ സിനിമയിലൂടെ, ശാപമോക്ഷത്തിലൂടെ ഞാൻ കൊണ്ടുവന്ന നായകൻ, എന്നെ ഉപേക്ഷിച്ച് 2 തവണ പോയ നായകൻ, അവസാനം അയാൾ അടുത്ത വർഷം ഉണ്ടാകില്ല എന്ന്, എന്താ പറയുക, സിനിമാ രംഗത്തുണ്ടാകില്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞ അത് അറം പറ്റിയതിൽ മരിക്കുന്നതുവരെയും ജേസി സാർ ഖിന്നനായിരുന്നു എന്നുള്ളത് സത്യം. സ്വകാര്യമായി ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ ജയേട്ടനെ കുറിച്ച് ചോദിച്ചാൽ പെട്ടെന്ന് സാർ അതിന് സ്കിപ്പ് ചെയ്ത് കളയും. സാർ അങ്ങനെയല്ല, ആരെക്കുറിച്ച് ചോദിച്ചാലും വിശദമായി സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ജയേട്ടനെ കുറിച്ച് അധികം എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ MG സോമനും സുകുമാരനും ജയൻ ചേട്ടനും ജേസി സാറും ഒക്കെ ഒരിടത്ത് ഒന്നിച്ചുണ്ടാവാം. നമ്മൾ ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുന്നത് അറിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് ചിരിക്കുകയായിരിക്കുമെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം സൗഹൃദങ്ങൾക്ക് വലിയ വില കൊടുത്ത മനുഷ്യനായിരുന്നു ജേസി സാർ. അതുകൊണ്ട് തന്നെ ജയേട്ടൻ ചെയ്ത ചെറിയ തെറ്റുകൾ, ആ ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ പേര് പറയാത്തതായാലും ശരി, സിനിമയിൽ നിന്ന് പിൻവാങ്ങിയതായാലും ശരി, അതൊന്നും ജേസി സാർ കാര്യമാക്കിയിരിക്കില്ല. ജയന് പകരം നിങ്ങൾ എന്നെ വിളിച്ചാണല്ലോ ആശാനെ അഭിനയിപ്പിച്ചതെന്ന് ചിലപ്പോൾ ഇപ്പോൾ സുകുമാരൻ അവിടെ ഇരുന്ന് പറയുകയായിരിക്കാം. അതുപോലെ ജേസി സാറിൻ്റെ മനസാക്ഷിയായിരുന്നു സോമേട്ടൻ. അവരെല്ലാവരും സുകുമാരി ചേച്ചി അടക്കം അവിടെ ഉണ്ടല്ലോ, അവരെല്ലാവരും കൂടി ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ ശാന്തിയുള്ളതിന് ചെയ്യുന്ന വിഷയം ഇതാണ്, മറ്റന്നാൾ വരുന്ന വിഷയം ഇതാണെന്നുള്ളത് ആസ്വദിച്ച് ചിരിച്ച് അവിടെ ഇരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ പുണ്യാത്മാക്കൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, അവർക്ക് എന്താ പറയുക, മനസമാധാനവും ശാന്തതയും ഒക്കെ അവിടെ കിട്ടട്ടെ, നമ്മൾ കണ്ടിട്ടില്ലാത്ത ലോകത്ത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.